ആത്മഹത്യയിലേക്ക് എത്തിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഇവർക്ക് ഉത്തരവാദിത്തം പറഞ്ഞ ഒരു കൊലപാതക പണിക്ക് എന്തുകൊണ്ട് അന്വേഷിച്ച് പോയില്ല തലേ രാത്രി എന്നൊരു ചോദ്യം പറ്റും. ഈ രാജീവ് പറയുന്ന അധികം പ്രത്യയശാസ്ത്രപരവും താത്വികവും ആയതുകൊണ്ട് ഇവർക്ക് മനസ്സിലാക്കി കാണാൻ സാധ്യത കുറവാണ്. സെൻലാലുഡക്സിന് വേണ്ടിയിട്ടാണ് ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ആരോപണങ്ങൾ ശക്തമാണ്. ഇതിലെന്തെങ്കിലും കാരണം? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അനന്തലാൽ എന്ന് പറഞ്ഞാൽ ഒരു വിദ്വാനായിരുന്നതാണ്. പുള്ളിക്ക് പോലീസ് അന്വേഷണം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും വലിയ താല്പര്യവും. പൊതുവെ ഇങ്ങനെയുള്ള കേസിൽ സമ്പന്നരായ ആളുകൾ അല്ലെങ്കിൽ സ്വാധീന ശക്തിയുള്ള ആളുകൾ വരികയാണെങ്കിൽ പോലീസുകാരെ അന്വേഷിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. ഒരു ക്രൈം നടന്നു കഴിഞ്ഞു, മുങ്ങിമരണമായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അതിൻ്റെ ഒരു നിശ്ചിത സമയമുണ്ട്. ഈ പ്രധാനപ്പെട്ട തെളിവുകൾ വരുന്ന അടയാളങ്ങൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ശാസ്ത്രീയമായ തെളിവുകളൊക്കെ സമാഹരിക്കുന്നതിൻ്റെ ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരന്വേഷിച്ചാലും വലിയ വ്യത്യാസം വരില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാലും മിഷേൽ ഷാജിയുടെ കേസിലും ഇനി CBI അന്വേഷിച്ചാലും കണ്ടുപിടിക്കാനുള്ള സാധ്യതകൾ വളരെ വിദൂരമാണ്. കാരണം അതിലെ പ്രധാനപ്പെട്ട സംഗതികളൊക്കെ അവിടെ ഒരു വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാണെങ്കിൽ മാത്രമേ CBIക്ക് എന്തെങ്കിലും ചെയ്യാം. എന്നാൽ മാത്രമേ നീതിയെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണാനെങ്കിലും പറ്റൂ. നമസ്കാരം, നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥി മുതിർന്ന അഭിഭാഷകനും അതേപോലെ രാഷ്ട്രീയ നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് ജയശങ്കർ സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ. കഴിഞ്ഞ 8 വർഷമായി മിഷേൽ ഷാജിയുടെ കുടുംബം നീതിക്കായി അലയുകയാണ്. ആദ്യം ലോക്കൽ പോലീസ് ഈ കേസ് അന്വേഷിച്ചു, അത് കഴിഞ്ഞ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. റിപ്പോർട്ട് സമർപ്പിക്കുന്നില്ല, ഇത് നീട്ടി കൊണ്ടുപോവുകയാണ്. ആ കുടുംബം ഇപ്പോൾ പ്രത്യേക ഒരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇത് ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു നിഷ്ക്രിയത്വമല്ലേ? എല്ലാ കേസിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് പോലീസിൻ്റെ നിഷ്ക്രിയത്വം എന്ന് പറയുന്നത് ഇന്നലെ തുടങ്ങിയതല്ല. ഈ പെൺകുട്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി കച്ചേരിപ്പടിയിലോ മറ്റോ വരുന്ന ഹോസ്റ്റലിൽ നിന്ന് പോകും. അവിടെ നിന്ന് പോകുന്നു, കലൂർ പള്ളിയിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് കുട്ടി തിരിച്ചു വരുന്നില്ല. ഹോസ്റ്റലിലെ കന്യാസ്ത്രീകൾ അന്വേഷിക്കുന്നു, ഇവർ വീട്ടിലേക്ക് വിളിച്ച് പറയും. അപ്പോൾ ആ ദിവസം സത്യം പറഞ്ഞാൽ ഈ മിഷേലിൻ്റെ മാതാപിതാക്കൾ എറണാകുളത്ത് വന്ന് ഈ കുട്ടിയെ കാണാമെന്ന് പറഞ്ഞ ദിവസമാണ്. എന്തോ കാരണത്തിൽ അവർക്ക് വരാൻ പറ്റിയില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർ പെട്ടെന്ന് കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ പരിഭ്രാന്തരാകുന്നു. എറണാകുളത്ത് വരുന്നു, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. ഒരു സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കുമ്പോൾ അവർ ഇവിടെ അല്ല, ഈ സ്റ്റേഷൻ്റെ പരിധിക്കകത്തല്ല, ഇന്ന സ്ഥലം അടുത്ത സ്റ്റേഷനിലാണെന്ന് പറഞ്ഞാൽ അവിടേക്ക് പോകും. അവിടെ ചെല്ലുമ്പോഴും അവർ കേസ് രജിസ്റ്റർ ചെയ്യാൻ കൂട്ടാക്കുന്നില്ല. പിന്നീട് ഇവർ നിരാശരായി കലൂർ പള്ളിയിൽ പോയി അന്വേഷിക്കും. കലൂർ പള്ളി എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ വരുന്ന ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ പോയി അന്വേഷിക്കുന്നു. അവിടുത്തെ ജീവനക്കാർക്ക് ഈ മാതാപിതാക്കളുടെ സംഭ്രമവും വേവലാതിയും കണ്ട് അവർക്ക് ഇതിലൊരു വിഷമം തോന്നിയിട്ട് അവർ അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. അപ്പോൾ ഈ പെൺകുട്ടി ഹോസ്റ്റലിൽ നിന്ന് പോയ അതേ വേഷത്തിൽ ഏതാണ്ട് നിശ്ചിത സമയത്തിനകം കച്ചേരിപ്പടിയിൽ നിന്ന് കലൂർ എത്താൻ വേണ്ട സമയം 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ ഈ പള്ളിയിൽ വന്നിട്ടുണ്ട്. അവിടെ പ്രാർത്ഥിച്ച് മടങ്ങിപ്പോയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾക്ക്. അപ്പോൾ ഇത് സാഹചര്യം ഒരു വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നു. പോലീസ് മനസ്സോടെ വളരെ വിഷമിച്ച് ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തായിട്ട് ഇവരോട് പറയും. എന്നാൽ യഥാർത്ഥത്തിൽ ക്രൈം രജിസ്റ്റർ ചെയ്തില്ല, ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞു. ഇവർ അവിടെയൊക്കെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നു. സാധ്യമായ എല്ലാ രീതിയിലുള്ള അന്വേഷണം മാതാപിതാക്കളും അവരുടെ അഭ്യുദയകാംക്ഷികളും ചേർന്ന് നടത്തും. പെൺകുട്ടി അവിടെ പോയിന്ന് ആർക്കും അറിയില്ല. വൈകുന്നേരം 5:30 മണിയായ സമയത്ത്, പിറ്റേ ദിവസം വൈകുന്നേരം 5:30 മണി അവിടെ അടുത്ത സമയത്ത്, അതായത് ഈ പെൺകുട്ടി ഹോസ്റ്റലിൽ നിന്ന് പോയിട്ട് ഏകദേശം 24 മണിക്കൂർ അല്ലെങ്കിൽ 23 മണിക്കൂർ ആയ സമയത്ത് കൊച്ചി കായലിൽ നിന്ന് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെടുക്കും. മൃതദേഹം കണ്ടെടുത്തപ്പോഴാണ് സത്യത്തിൽ ഇവർ ഈ നേരത്തെ തയ്യാറാക്കിയ പരാതി അല്ലെങ്കിൽ FI സ്റ്റേറ്റ്മെൻറ്റ് ക്രൈം റെക്കോർഡ് ചെയ്യുന്നത് ഈ മൃതദേഹം കണ്ടെത്തിയതിന് ശേഷം. അപ്പോൾ അവിടെ നിന്ന് മുതൽക്ക് പോലീസിൻ്റെ അനാസ്ഥയുണ്ട്. ആ ബോഡി കണ്ടെടുക്കുന്നു, അതിൻ്റെ പ്രേത പരിശോധന ഇൻക്വസ്റ്റ് നടത്തുന്നു, അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതിൽ ഈ പെൺകുട്ടിയുടെ ദേഹത്ത് വെച്ചാൽ ശരീരഭാഗത്തല്ല, കൈകളിൽ പാടുകളൊക്കെ, കയ്യിൽ ബലപ്രയോഗം നടത്തിയതിൻ്റെ ഒരു പാട്, ബലം പ്രയോഗിച്ച് അമർത്തി കിടത്തിയിട്ട് ജീവാപായം സംഭവിച്ചു എന്നുള്ളതാണ്. ഒരു പക്ഷേ മരിക്കുന്നതിന് മുമ്പായിരിക്കും വെള്ളത്തിലിട്ടുള്ളത്, അല്ലെങ്കിൽ മരിച്ചതിന് ശേഷമായിരിക്കും. ഏതായാലും ഈ 24 മണിക്കൂർ അല്ലെങ്കിൽ 20 മണിക്കൂർ കൂടുതൽ വെള്ളത്തിൽ കിടന്നതിൻ്റെ സൂചനകൾ ആ ശരീരത്തിൽ ഇല്ല. അതിൻ്റെ ഒരു സൂചന എന്ന് വെച്ചാൽ ശരീരം ഒട്ടും തന്നെ ഡീകമ്പോസ് ചെയ്തിരുന്നില്ല, ശരീരത്തിന് ജീർണത സംഭവിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല അതിൽ മീൻ കുത്തിയിരുന്നില്ല. ഫ്രഷ്നെസ് ഫീൽ ചെയ്തിരുന്നു, വളരെ ഫ്രഷായിട്ട് ഫോട്ടോയിലൊക്കെ നമുക്ക് കാണാം. അത് ഇൻക്വസ്റ്റിലും
പോസ്റ്റ്മോർട്ടത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ പോസ്റ്റ്മോർട്ടമൊക്കെ അത്രയും അവധാനതയോടെയാണ് നടത്തിയതെന്ന് പറയാൻ പറ്റില്ല. പിന്നീട് ഈ മാതാപിതാക്കൾ നീതിക്ക് വേണ്ടിയിട്ട് എല്ലാ വാതിലുകളും മുട്ടുന്നുണ്ട്. പിറവത്തും എറണാകുളത്തും ഒക്കെ അതുമായി ബന്ധപ്പെട്ട്. ആ സമയത്ത് ഇത് പ്രതിപക്ഷം ഒക്കെ ഏറ്റുപിടിച്ച് അതെ. ഒരു വിഷയമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അനൂപ് ജേക്കബ് MLA ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു ഒരു ഇനിഷ്യേറ്റീവ് പൊതുപ്രവർത്തകരുടെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ബന്ധപ്പെട്ട പള്ളി അധികാരികളുടെ ഭാഗത്തുണ്ട്. പക്ഷേ ഒരു 3-4 ദിവസം ഇത് പത്രപംക്തികളിലൊക്കെ ഊർജിതമായിട്ട് നിന്നെങ്കിലും പിന്നീട് ആറി തണുത്ത് പോവുകയാണ്. പിന്നെ പോലീസ് ചെയ്ത ഒരു പരിപാടി എന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുടെ അടുപ്പക്കാരനെന്ന അക്രോൺ. ഒരു ചെറുപ്പക്കാരനെ പോലീസ് കണ്ടുപിടിക്കുന്നു. ഇവൻ്റെ മാനസികവും ശാരീരികവുമായ പീഡനം കാരണമാണ് കുട്ടി മരിച്ചത് എന്നൊരു അതെ. തിയറി ഉണ്ടാക്കി അവതരിപ്പിക്കുന്നു. പെൺകുട്ടിയുടേതെന്ന് പറയുന്ന ചില CCTV ദൃശ്യങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്ത്, ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് കോടതിയുടെ ഭാഗത്തേക്ക് നടക്കുന്ന ദൃശ്യങ്ങൾ കാണിച്ചു. പക്ഷേ ആ ദൃശ്യങ്ങളൊന്നും ഈ പെൺകുട്ടിയുടെ യാതൊരു സാദൃശ്യവുമില്ല. ഏതാണ്ട് അതേ നിറത്തിലുള്ള ചുരിദാർ ധരിച്ച ഒരു പുറകുവശം തിരിഞ്ഞുള്ള വീഡിയോ. പുറകുവശത്തുള്ള വീഡിയോ ആണ്. ഈ കുട്ടിയാണോ വേറെ ആരെങ്കിലും ആണോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ദൃശ്യങ്ങൾ കണ്ടെടുക്കുന്നു. പിന്നെ പോലീസ് പറഞ്ഞത് വെണ്ടുരുത്തി പാലത്തിൽ നമ്മുടെ ഗോശ്രീ പാലത്തിൽ നിന്ന് ഈ പെൺകുട്ടി ചാടുന്നത് കണ്ടവരുണ്ട് എന്നാണ്. പക്ഷെ അങ്ങനെ ആരും തന്നെ ഒരു സാക്ഷി ഒരു സാക്ഷ്യം ഉണ്ടാക്കിയതാണ്. പക്ഷെ ആ സാക്ഷി പോലും അങ്ങനെ അവരെ ശരിയായ രീതിയിൽ സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ മൊത്തത്തിൽ ഇത് ദുരൂഹതയുണ്ട്. ഈ പെൺകുട്ടി ജീവൻ ഒടുക്കിയതാണോ എങ്കിലെന്തുകൊണ്ട് ഈ പോലീസുകാർ പറയുന്ന രീതിയിലുള്ള കാരണങ്ങളൊന്നും ഇതിന് ഒരാൾ മരിക്കാൻ പാകത്തിന് പ്രബലമല്ല. പിന്നെ പോലീസുകാരെ എല്ലാ കേസിലും പറയുന്ന ഒരു ന്യായമുണ്ട്. ആർക്കും എപ്പോൾ വേണമെങ്കിലും മരിക്കാൻ തോന്നും. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് കായലിൽ ചാടാനോ തീവണ്ടിക്ക് തലവെക്കാനോ തോന്നും. പക്ഷെ അങ്ങനെ തോന്നൂല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ എനിക്കോ നിങ്ങൾക്കോ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇരുന്ന ഇരിപ്പിൽ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് നേരെ ഗോശ്രീ പാലത്തിൽ നിന്ന് താഴേക്ക് ചാടുന്നു. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയിട്ട് നമ്മൾ നോർത്തിലോ സൗത്തിലോ പോയിട്ട് തീവണ്ടിക്ക് തലവെക്കും. അങ്ങനെ വെക്കാൻ പാടില്ലാതൊന്നും പറയില്ല, പറ്റിയില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് വളരെ കുറവാണ് എന്ന് മാത്രമല്ല, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മോട്ടീവ് അതിൻ്റെ അകത്തില്ല. ഇല്ല സാർ, അതേപോലെ ഈ കുട്ടിയുടെ അച്ഛൻ ഉന്നയിക്കുന്നത് ഈ പോലീസിന് എൻ്റെ മകൾ ആത്മഹത്യ ചെയ്യൽ എന്താണ്, ഇവർക്ക് ഇത്രയും ധൃതി എന്തിനാണ്, ഇത് ഒതുക്കി തീർക്കാൻ അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ മൊത്തത്തിലൊരു ഇടപെടൽ നടന്നിട്ടുണ്ടെന്നുള്ളൊരു ആരോപണം. അല്ല, അദ്ദേഹം അങ്ങനെ സംശയിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ആലോചിക്കുമ്പോൾ അത് അങ്ങനെ ആലോചിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇതിൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു പ്രത്യേകത, ഇപ്പം അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിന്റിൽ നിന്നല്ല, ഞാനൊരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് 10-35 കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. മാത്രമല്ല ഹൈക്കോടതിയിൽ ഞാൻ ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ പണ്ട് സർക്കാർ വക്കീലായിരിക്കുന്ന കാലത്ത് കണ്ടു. പോലീസുകാർ എല്ലായ്പ്പോഴും പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നത്. പലപ്പോഴും ഇവർ വേണ്ടത്ര ഉത്തരവാദിത്ത ബോധം ഇല്ലാതെ എനിക്ക് അന്വേഷണം തുടങ്ങുക. ഇവരാദ്യമേ തന്നെ ഒരു കൺക്ലൂഷനിൽ ചെല്ലും, പെൺകുട്ടി കാണില്ല. അപ്പോൾ അവരുടെ ഇൻഫ്ലുവൻസ് എന്താ വെച്ചാൽ അവൾ കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോയി എന്നുള്ളത്. പോലീസുകാർ ആദ്യം അവരങ്ങനെ ഒരു അനുമാനത്തിൽ എത്തുകയാണ്. പിന്നെ പെൺകുട്ടി, അതാണ് ഈ ക്രൈം റെക്കോർഡ് ചെയ്തിട്ട് അത് ഇതിൽ സിസ്റ്റത്തിൽ ചേർക്കാഞ്ഞത്, രജിസ്റ്റർ ചെയ്യാഞ്ഞത്. പരാതിയൊക്കെ എഴുതി വെച്ചു, ഇവരുടെ റിട്ടേൺ കംപ്ലൈൻ്റ് ഉണ്ട്. അതൊരു പരാതിയുടെ രൂപത്തിൽ FI സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രൂപത്തിലാക്കിയെങ്കിലും അത് സിസ്റ്റത്തിൽ ചേർക്കാഞ്ഞത്. അവൾ 18-20 വയസ്സുള്ള കുട്ടിയല്ലേ, ഏതെങ്കിലും ഒരുത്തിനോട് ഒളിച്ചോടി പോയിട്ടുണ്ടാവും എന്ന് SI അദ്ദേഹം തീരുമാനിക്കുകയാണ്. അത് ക്രൈമായിട്ട് രജിസ്റ്റർ ചെയ്താൽ അന്വേഷിക്കാൻ പോട്ടെ. അപ്പോൾ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്ത് ബോഡി കാണുന്നത് അവർ പെട്ടെന്ന് അലർട്ടായി. അപ്പോൾ വേഗം തന്നെ സിസ്റ്റത്തിൽ ചേർത്തു. ഇനി ഇത് ഇത്ര ചേർക്കാം. അപ്പോൾ അവർക്ക് മനസ്സിലായി സംഗതി കുഴപ്പമില്ല. അപ്പോൾ കാണുമ്പോൾ ബോഡി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു, കമിഴ്ന്നാണ് കിടക്കുന്നത്. അപ്പോൾ ആത്മഹത്യയാണ് എന്ന് അവർ ഉറപ്പിച്ചു. പിന്നെ ആത്മഹത്യയിലേക്ക് എത്തിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഇവർക്ക് ഉത്തരവാദിത്തം പറഞ്ഞ ഒരു കൊലപാതക പണിക്ക് എന്തുകൊണ്ട് അന്വേഷിച്ച് പോയില്ല തലേ രാത്രിയിൽ എന്നൊരു ചോദ്യം പറ്റില്ലേ? ഇപ്പോൾ ഒരു പരാതി കിട്ടുന്നു, രാത്രി 12 മണിക്കാണെങ്കിലും പരാതി കിട്ടുമ്പോൾ അതുകൊണ്ട് അന്വേഷിക്കട്ടെ. അപ്പോൾ 12 മണിക്ക് ശേഷമാണ് മരണം സംഭവിച്ചിട്ടില്ലെങ്കിൽ ആര് കൊടുക്കും? പോലീസുകാർ കൊടുക്കും. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയ്ക്ക് അവരുടെ ഭാഗത്തുള്ള അലംഭാവം കൊണ്ടാണ് പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ആത്മഹത്യയാണെങ്കിലും ശരിയാണ്, അപകട മരണമാണെങ്കിലും ശരിയാണ്, കൊലപാതകമാണെങ്കിലും ശരിയാണ്. ഒരു പരാതി കിട്ടിയപ്പോൾ തന്നെ അന്വേഷിച്ചില്ല. അത് 12 മണിക്ക്, രാത്രി 12 മണിക്ക് കിട്ടുന്ന പരാതി ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേക്കും 17-17.5 മണിക്കൂറിന് ശേഷം സിസ്റ്റത്തിൽ കയറ്റിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത്രയും സമയം ഇവരുടെ ഭാഗത്ത് അലംഭാവം ഉണ്ടായിട്ടുള്ളത്. ആ അലംഭാവത്തെ ഇവർക്ക് മറികടക്കാൻ എന്ത് ചെയ്യണം? ആർക്കും ഒരു സംശയമില്ല, പെൺകുട്ടി ആത്മഹത്യ ചെയ്താണ്. പിന്നെ പ്രേമനൈരാശ്യമാണോ ജീവിതനൈരാശ്യമാണോ എന്നുള്ള അവർ പിന്നെ തീരുമാനിച്ചാൽ മതി. ഇതാണ് നമ്മുടെ നാട്ടിൽ പോലീസുകാർ സാധാരണ ചെയ്യുന്ന ഒരു രീതിയാണ്.
ഇതിലൊരു രാഷ്ട്രീയ ഇടപെടൽ എത്രത്തിലുണ്ടായിട്ടില്ല സാർ? രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ കൊലപാതകം തന്നെയാണോ എന്ന് നമുക്ക് കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റില്ല. പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. രാഷ്ട്രീയമായ ഇടപെടലുകളും ബാഹ്യമായ ഇടപെടലുകളും ഉണ്ടായി എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നമുക്കതിന് ഇപ്പോൾ ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് എനിക്കതിന് കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റില്ല. ആ ഇടപെടൽ ഉണ്ടായി കാണാം, ഉണ്ടാകാതിരിക്കാം. ചിലപ്പോൾ പോലീസുകാരുടെ വെറും അശ്രദ്ധയായിരിക്കാം, അലംഭാവമായിരിക്കാം. അങ്ങനെയുള്ള കേസുകളും ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ പോലീസുകാരെ അന്വേഷിച്ച് ഒരു സ്ഥലത്തും എത്താതെ വരുമ്പോൾ അവർക്ക് തോന്നിയ ഒരു കാരണം പറഞ്ഞ് ഇത് ക്ലോസ് ചെയ്യുന്ന പരിപാടിയുണ്ട്. ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ ഉമാദത്തിനെ കണ്ട് സംസാരിച്ചു. തിരുവനന്തപുരത്ത് പോയി. അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കടലാസുകളും പരിശോധിച്ചു, അതുമായി ഫോട്ടോ ഒക്കെ പരിശോധിച്ചു. അദ്ദേഹം പറഞ്ഞ് ഇതിലൊരു ഫൗൾ പ്ലേ നടന്നിരിക്കാൻ സാധ്യതയുണ്ട്. മരണത്തിൽ ഇനി ആത്മഹത്യ തന്നെ ആണെങ്കിലും അതിന് ഒരു ശരിക്കുള്ള ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഒരു റീസൺ. ഇനി മിഷേൽ ഷാജി യഥാർത്ഥത്തിൽ ഗോശ്രീ പാലത്തിൽ നിന്നാണോ വേറെ വല്ലയിടത്തു നിന്നാണോ ചാടിയത് എങ്കിൽ എപ്പോൾ ചാടി? മാത്രമല്ല ഈ പെൺകുട്ടിയുടെ വയറ്റിൽ പൂർണ്ണമായി ദഹിക്കാത്ത ആഹാരപദാർത്ഥങ്ങൾ, അതാണ് അതിൻ്റെ അത് വേറൊരു പ്രത്യേകത. അപ്പോൾ വൈകുന്നേരം 5 മണിക്ക് കാണുന്ന മൃതദേഹത്തിൽ പൂർണ്ണമായി ദഹിക്കാത്ത ആഹാരപദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആഹാരം കഴിച്ചിട്ടുണ്ടല്ലോ. ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റില്ല. മാത്രമല്ല ഹോസ്റ്റലിൽ കൊടുക്കാത്ത ആഹാരമാണ് കഴിച്ചത്. ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട്. ഈ എല്ലാ കണ്ണികളും കൂട്ടി വയ്പ്പിക്കാനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അനന്തലാൽ എന്ന് പറഞ്ഞ ഒരു വിദ്വാനായിരുന്നു അന്ന്. അദ്ദേഹം ഇതുപോലെ പല കേസുകളിലും ഇതുപോലെയുള്ള പല ഏർപ്പാടുകളും ചെയ്തു. ആ സമയത്ത് ഇവിടെ സാമാന്യം കുപ്രസിദ്ധി നേടിയ ഒരു വ്യക്തി കൂടി ആയിരുന്നു. സിനിമാ മേഖലയായിട്ട് സിനിമാ മേഖലയുമായിട്ട് പുള്ളിക്ക് പോലീസ് അന്വേഷണം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും വലിയ താല്പര്യവും വലിയ ശുഷ്കാന്തിയുള്ള ആളായിരുന്നു. അതുകൊണ്ട് അന്വേഷിക്കാൻ പുള്ളിക്ക് അത്ര തന്നെ സമയം കിട്ടിയിരുന്നില്ല. നമ്മൾ ദോഷം പറയരുത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ഇപ്പോഴും സർവീസിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു ആളായിരുന്നു പുള്ളി. ഒരു ഔട്ട് ആൻഡ് ഔട്ട് ക്രിമിനലാണെന്നല്ല ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ള ആളുകളുണ്ട്. അങ്ങനെയൊക്കെ ഈ അങ്ങനെ പാടാൻ അമക്കുന്ന ആൾക്കാരുണ്ട്. പ്രതികളുടെ അടുത്ത് കാശ് മേടിച്ചിട്ടും മറ്റ് സ്വാധീനങ്ങൾക്ക് വശംബദനായിട്ടും പാർട്ടിക്കാർക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ആളല്ല പുള്ളി. ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ ജോലി ആസ്വദിച്ച ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനേക്കാൾ കൂടുതലായിട്ട് അങ്ങനെ ആസ്വദിച്ച ഒരാളാണ് സാർ. അതേപോലെ ഈ ക്രോണിനെ അറസ്റ്റ് ചെയ്തു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ക്രൈം ബ്രാഞ്ച് ലാലു ലക്സിൻ്റെ മകനെ ലാലു ലക്സിനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു വരുത്തി. അപ്പോൾ പിതാവിൻ്റെ ജ്യേഷ്ഠനുമൊക്കെ ക്രൈം ബ്രാഞ്ച് ഓഫീസിൽ പോയപ്പോൾ ലാലു ലക്സിന് ഇതുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് ഇപ്പോഴും കുടുംബം ആരോപിക്കുന്നതാണ്. അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള രേഖകളോ ഒന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ലാലു ലക്സും ക്രോണും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഇവർ തമ്മിലുള്ള പലതരത്തിലുള്ള ബിസിനസ്സുകൾ, കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ലാലു ലക്സിന് വേണ്ടിയിട്ടാണ് ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുള്ള ആരോപണങ്ങൾ ശക്തമാണ്. ഇതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? സത്യത്തിൽ എനിക്കതിനെ പറ്റി അറിയില്ല. ഇങ്ങനെ ഷാജി എന്നോട് ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതേക്കുറിച്ചൊരു വ്യക്തതയില്ല. അതുമാത്രമല്ല ഈ ഇപ്പോൾ പ്രതിയായിട്ട് നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, അവൻ്റെ പേരിൽ പോക്സോ അടക്കം ചാർജ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോലീസുകാർ ഇങ്ങനെ കേസിന് വേണ്ടി കേസുണ്ടാക്കുന്നതാണ്. അല്ലാതെ ശരിക്കും ചാർജ് നിൽക്കുമെന്നൊക്കെ ചോദിച്ചാൽ സംശയമാണ്. അപ്പോൾ ഒരാളെ പോലീസുകാർക്ക് ആ സമയത്ത് അറസ്റ്റ് ചെയ്യണമായിരുന്നു. കാരണം രാഷ്ട്രീയമായ ചില മാനങ്ങൾ ഇതിന് വന്നല്ലോ. പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് ഈ വിഷയം ഉന്നയിക്കുകയും നമ്മുടെ സ്ഥല MLA അനൂപ് ജേക്കബ് ഇത് സീരിയസ് ആയിട്ട് നിയമസഭയിൽ ഉന്നയിക്കുകയും ചെയ്തപ്പോൾ ഏതെങ്കിലും ഒരു പ്രതിയെ പിടിക്കേണ്ട ആവശ്യമായിരുന്നു. പ്രതിയെ പിടിച്ചില്ലെങ്കിൽ മാധ്യമങ്ങളും പ്രതിപക്ഷമൊക്കെ പോലീസിൻ്റെ നെഞ്ചത്ത് കയറുന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് ഒരാളെ കണ്ടെത്തി അയാളെ പ്രതിയാക്കി അവതരിപ്പിച്ചാണ്. ഈ പ്രതിക്ക് കേസുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് തന്നെ സംശയാസ്പദമാണ്. പിന്നെ പൊതുവെ ഇങ്ങനെയുള്ള കേസിൽ സമ്പന്നരായ ആളുകൾ അല്ലെങ്കിൽ സ്വാധീന ശക്തിയുള്ള ആളുകൾ വരികയാണെങ്കിൽ പോലീസുകാരെ അന്വേഷിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. അത് ഈ കേസിനെ സംബന്ധിച്ച് അല്ലെങ്കിലും പൊതുവെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അത്തരം ആരോപണങ്ങൾ ശക്തമായിരുന്നു സാർ. ഇപ്പോൾ വീട്ടുകാരും അത്തരം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതെ, പലപ്പോഴും പോലീസുകാർ ഇനിയിപ്പോൾ ഒരു തെളിവും കിട്ടിയില്ലെങ്കിൽ അവിടെയുള്ള യോഗ്യന്മാരായ ആൾക്കാരെയൊക്കെ വെറുതെ ചോദ്യം ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തി അവരത് കാശ് മേടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. യഥാർത്ഥ പ്രതിയെ പോലീസിൽ കിട്ടുന്നില്ല. ഞാൻ അങ്ങനെയുള്ള ചില കേസുകളുണ്ട്. പണ്ട് അടൂറിൽ നിന്നുള്ളൊരു കേസ്, ഒരു തമിഴ് കുടുംബം, നാഗർകോവിലുകാരൻ, അവർ അടൂരിൽ വന്ന് കച്ചവടം ചെയ്തു. കച്ചവടം നല്ല സക്സസ് ആയി. അങ്ങനെ വിജയിച്ചിരിക്കുന്ന സമയത്ത് ഈ തമിഴനും അയാളുടെ അനിയനും കച്ചവട സ്ഥാപനത്തിൽ ഓണത്തിൻ്റെ കച്ചവടം നടക്കുന്ന സമയമാണ്. കടയിലായിരിക്കുന്ന സമയത്ത് ഇയാളുടെ ഭാര്യയും കുട്ടിയും, 1.5 വയസ്സുള്ള കുട്ടി, ഏതാണ്ട് 20-21 വയസ്സുള്ള ഇയാളുടെ ഭാര്യയും തിരിച്ച് വീട്ടിൽ വരുമ്പോൾ കാണുന്നില്ല. കട പൂട്ടി വീട്ടിൽ വരുമ്പോൾ ഇവരെ കാണുന്നില്ല. അതല്ല, മണ്ണെണ്ണ വിളക്ക് കത്തിരിപ്പുണ്ട്. അതിൻ്റെ അർത്ഥം പവർ കട്ട് സമയത്താണ്. ഇവരെ കാണുന്നില്ല. പോലീസിൽ അറിയിച്ചു. പോലീസുകാർ പിറ്റേ ദിവസം പതിപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ അന്വേഷിച്ചു.
പിന്നെയാണ് കണ്ടെത്തിയത് ഇവരുടെ ബോഡി കിണറ്റിൽ. അപ്പോൾ പോലീസുകാർ ഇത് ആത്മഹത്യയായിരിക്കുമെന്ന് ഉറപ്പിച്ചു. സ്ത്രീയെ കുട്ടി കൂടി കിണറ്റിൽ മരിച്ചു കിടന്നാൽ പിന്നെ ആത്മഹത്യ ആയാലും മതിയാവുള്ളൂ. പക്ഷേ പോസ്റ്റ്മോർട്ടം കണ്ടപ്പോൾ സർക്കാർ അദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഇത് കൊലപാതകമാണ്. ഈ കുഞ്ഞിൻ്റെ വായു മൂക്ക് പൊത്തിപ്പിടിച്ച് കൊന്നിരിക്കുകയാണ്. മറ്റേ സ്ത്രീയുടെ വായു മൂക്ക് പൊത്തിപ്പിടിച്ച് കഴുത്ത് ഞെരിച്ചു. അപ്പോഴാണ് പോലീസുകാർ ഞെട്ടി ഉണരുന്നത്. അപ്പോഴത്തേക്ക് ഒരുമാതിരിപ്പെട്ട തെളിവുകളൊക്കെ സീൻ ഓഫ് ഒക്കറൻസ് എന്നൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ പോലീസുകാരുടെ ഒരു അന്വേഷണമുണ്ട്. അവിടെ നിന്നാണ് നമ്മുടെ സിസ്റ്റം ചൂടാകുന്നത്. പിന്നെ അന്വേഷിച്ച് കേസ് ഡയറി ഈ പൊക്കത്തിലെത്തിയെന്നല്ലാതെ ഒരു സ്ഥലത്തും എത്തിയില്ല. അതിനിടയ്ക്ക് ഞാൻ പറയാൻ വന്നതല്ല, കുപ്രസിദ്ധനായ ഒരു DYSPക്ക് ഇതിൻ്റെ അന്വേഷണ ചുമതല കിട്ടി. അദ്ദേഹം അന്വേഷിച്ച രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ഥലത്ത് ഏതാണ്ട് താലൂക്കിൽ ഉള്ള പ്രധാനപ്പെട്ട പ്രമാണികളുടെയൊക്കെ പേര് വിവരം പുള്ളി സംഘടിപ്പിച്ചു. ഇവരുടെയൊക്കെ ആൺമക്കളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദ്യം ചെയ്യുകയും ബന്ധിയും ചെയ്യുകയും ചെയ്തു. സംശയത്തിൻ്റെ പേരിലാണ്. ഇവർക്ക് ആർക്കും ഇതായിട്ട് ഒരു ബന്ധമില്ല. പക്ഷേ സംശയത്തിൻ്റെ പേരിൽ പോലീസുകാർക്ക് ആരെയും ചോദ്യം ചെയ്യാൻ. ഈ ചോദ്യം ചെയ്യപ്പെടുന്ന ഓരോരുത്തരുടെയും മാതാപിതാക്കളിൽ നിന്ന് ഇദ്ദേഹം പൈസ വാങ്ങി സാമാന്യം വലിയ സംഖ്യകൾ ഈടാക്കി. എന്തിനു വേണ്ടി? ഒരു പ്രതിയാക്കാതിരിക്കാൻ വേണ്ടി. അവരല്ലെങ്കിലും പ്രതി അല്ലെന്നേ പറഞ്ഞ. അങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രതിഭകൾ നമ്മുടെ പോലീസിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കേസിൽ സംഭവിച്ചതല്ല പറഞ്ഞു. പല കേസിലും പല രീതിയിലുള്ള അട്ടിമറികളും നടക്കുന്നുണ്ട്. പിന്നെ ചില കേസിൽ യഥാർത്ഥ പ്രതികളെ പോലീസ് പിടിക്കാറുമുണ്ട് എന്നുള്ളതാണ് നമ്മളിതിനകത്ത് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാഷ്ട്രീയപരമായ ഇടപെടൽ നടന്നില്ലെന്ന് പറയുമ്പോഴും അന്ന് CPM സാറിനൊക്കെ അറിയായിരിക്കും, CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന P. രാജീവിനെ കാണാനും അവരുടെ സഹായം അഭ്യർത്ഥിച്ചു പോയപ്പോഴും അതൊരു തണുപ്പ മട്ടായിരുന്നു. വേണ്ടത്ര പ്രതീക്ഷ ലഭിച്ചില്ല എന്നും ഇങ്ങനെ കുടുംബം പറയുന്നുണ്ട്. അപ്പോൾ CPM ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തി? CPMൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പിന്നെ CPMകാർ വലിയൊരു താല്പര്യം കൊടുക്കാൻ പ്രതിപക്ഷക്കാർ വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കും അവർ ഇവരെ പ്രതിപക്ഷക്കാർ മുതലെടുക്കുകയാണ്. ഇവരെ വെച്ചിട്ട് അവർ പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ അതിനകത്ത് ഉണ്ടായി കാണും. പിന്നെ P. രാജീവ് പറയുന്ന അധികം പ്രത്യയശാസ്ത്രപരവും താത്വികവുമായതുകൊണ്ട് ഇവർക്ക് മനസ്സിലായി കാണാൻ സാധ്യത കുറവാണ്. നേരെ മറിച്ച് ഗോപി കോട്ടമുറിയോ അല്ലെങ്കിൽ CN മോഹനാണെങ്കിൽ അവർക്ക് ഈ സംശയം ഉണ്ടാകുമായിരുന്നില്ല. അവർ മനുഷ്യർ സംസാരിക്കുന്ന പോലെ നമ്മൾ സംസാരിക്കുന്ന പോലെയുള്ള സംസാരം ഇവിടെ നടത്തുള്ളൂ. അപ്പം അങ്ങനെ പ്രത്യയശാസ്ത്രപരമായൊരു പ്രശ്നം കൂടി അതിനകത്ത് ഉണ്ടായി കാണാൻ സാധ്യതയുണ്ട്. എൻ്റെ ഊഹമാണ്. അങ്ങനെ ഒരു വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല. പിന്നെയും നിരന്തരം ബന്ധപ്പെട്ടു എന്നാണ് പറഞ്ഞത്. എന്നിട്ടും ഒരു വേണ്ട രീതിയിൽ ഗവനിച്ചില്ല. പിന്നെ മന്ത്രിയായിട്ട് ഈ ആവശ്യമായിട്ട് പറഞ്ഞ് ചെന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സാഹചര്യത്തിലും മുഖ്യമന്ത്രിയുടെ ഇടപെടൽ നടത്തുന്നതിനെ വേണ്ട ശ്രമങ്ങൾ നടത്തിയില്ല എന്നും അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കേട്ടു. അല്ല, അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്നതാണ്. ഇപ്പോൾ CBI അന്വേഷണം വേണമെന്നാണ് അവർ പറയുന്നത്. ഈ റിപ്പോർട്ട് സമർപ്പിക്കാതെ നീക്കി കൊണ്ടുപോവുകയാണ്. അപ്പോൾ CBI അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഈ റിപ്പോർട്ട് സമർപ്പിക്കാതെ ഇങ്ങനെ നീട്ടി? അല്ല, റിപ്പോർട്ട് സമർപ്പിക്കാതിരിക്കാൻ ഇപ്പോൾ ഇത് സാമാന്യമായിട്ട് ഇങ്ങനെ വിവാദമായ കേസാണല്ലോ. ഇവരെ ക്രൈംബ്രാഞ്ചുകാരെ അന്വേഷിച്ചിട്ട് ഒരു തുമ്പും കിട്ടിക്കാണാനും ഒരു സാധ്യതയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. കാരണം ഇതിപ്പോൾ ക്രൈംബ്രാഞ്ച് ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ മുങ്ങിമരണമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു നിശ്ചിത സമയമുണ്ട്. ഈ പ്രധാനപ്പെട്ട തെളിവുകൾ, വിരലടയാളങ്ങൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ശാസ്ത്രീയമായ തെളിവുകളൊക്കെ സമാഹരിക്കുന്നതിൻ്റെ ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരന്വേഷിച്ചാലും വലിയ വ്യത്യാസം വരുന്നില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാലും ലോക്കൽ പോലീസ് അന്വേഷിച്ചാൽ. പിന്നെ ലോക്കൽ പോലീസ് തന്നെയാണ് കേസ് അന്വേഷിക്കാൻ എപ്പോഴും നല്ലത്. അവർക്ക് അതിനുള്ള സംവിധാനമുണ്ട്. ബുദ്ധിമാന്മാരായ പോലീസുകാരും നമ്മുടെ നാട്ടിലുണ്ട്, ഓഫീസർമാരുമുണ്ട്, കോൺസ്റ്റബിൾമാരുമുണ്ട്. പക്ഷെ അവർക്ക് പലപ്പോഴും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. പിന്നെ ചിലപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ പോലീസുകാർ ആദ്യമേ തന്നെ ഒരു കൺക്ലൂഷനിൽ ചെന്ന് എത്തുകയും പിന്നെ അന്വേഷിക്കാതിരിക്കുകയും പിന്നെ അന്വേഷിച്ചതിന് ശേഷം ഇനിയിപ്പോൾ പിടിക്കാൻ പറ്റുകയില്ല എന്ന നിലയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ അടൂരം കേസുണ്ടല്ലോ, ഈ തമിഴ് യുവതി മുങ്ങി മരിച്ച കേസ്, ആ കേസിൻ്റെ ഈ 10,000-3000 പേജുള്ള കേസ് ഡയറി ഞാൻ മുഴുവൻ വായിച്ചാണ്. സർക്കാർ വക്കീലായിരിക്കും. അത് അന്വേഷിച്ച് ഏറ്റവും അവസാനം അന്വേഷിച്ച DYSP എൻ്റെ ഒരു വളരെ അടുത്ത പരിചയക്കാരൻ, സുഹൃത്തുന്ന് തന്നെ പറയാവുന്ന ഒരാളാണ്. അന്ന് പോലീസിലുണ്ടായിരുന്നതിൽ നല്ലൊരു ഉദ്യോഗസ്ഥന്. ഇത് മുഴുവൻ വായിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ കൊലപാതകം ആരാ നടത്തിയെന്ന് ഞാൻ പറയട്ടെ എന്ന്. പുള്ളി പറഞ്ഞു, പറയരുത്. എന്നിട്ട് പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു, ഇന്ന ആളാണെന്നല്ലേ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ അയാൾ തന്നെയാണ് ചെയ്തത്. പക്ഷേ അയാളെ പിടിക്കാൻ പറ്റില്ല. അന്വേഷിച്ച് നമ്മുടെ കാലാകാലങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാർ എല്ലാ തെളിവും ഈ കുടുംബത്തിന് നീതി കിട്ടാതെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇത് CBIക്ക് വിടാനാണ് കേസ് കൊടുത്തത്. ആ കേസ് അടൂർ കേസ്. ഇവിടെ CC തോമസ് എന്ന് പറഞ്ഞ പ്രസിദ്ധനായ ഒരു വക്കീലുണ്ട്. അദ്ദേഹമാണ് ഈ മരിച്ചുപോയ സ്ത്രീയുടെ ഭർത്താവിന് വേണ്ടി CBIക്ക് വിടാൻ. പുള്ളി പറഞ്ഞു, ഇത് CBIക്ക് പൊക്കോട്ടെ, ഇനി അവരന്വേഷിക്കട്ടെ.
ഉം. നമ്മളെ കൊണ്ട് കുട്ടിയെ കൂട്ടി. പറ്റൂല. അങ്ങനെ സി ബി ഐക്ക് കോടതിയിൽ വന്നപ്പോൾ സി ബി ഐക്ക് വിട്ടു. ഇത് 98 നടന്ന കാര്യം കേട്ടോ. കൊലപാതകം നടന്നത് അതിന് 3-4 കൊല്ലം മുമ്പാണ്. സി ബി ഐക്കാരെ അന്വേഷിച്ചു, ഒന്നും കിട്ടിയില്ല. സി ബി ഐ അന്വേഷണം അവസാനിപ്പിച്ച് ഫൈനൽ റിപ്പോർട്ട് കൊടുത്തു. കൊലപാതകമാണ്, അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. മനസ്സിലായില്ലേ? ഇപ്പം ഞാനിത് പറഞ്ഞത് മിഷേൽ ഷാജിയുടെ കേസിലും ഇനി സി ബി ഐ അന്വേഷിച്ചാലും കണ്ടുപിടിക്കാനുള്ള സാധ്യതകൾ വളരെ വിദൂരമാണ്. കാരണം അതിലെ പ്രധാനപ്പെട്ട സംഗതികളൊക്കെ ഇതിനകം തന്നെ, അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഒരാളെ അന്വേഷിച്ച് ശക്തമായി ചോദ്യം ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ലിങ്ക്, നമ്മുടെ സാധാ പോലീസിന് പറ്റാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം മൂലം മുന്നോട്ട് പോകാൻ പറ്റാതെ കിടന്ന ഒരു സാധനം, അതെ. അതിൽ വലിയ ഒരു അന്വേഷണം നടത്തിയിട്ട് അവിടെ ഒരു വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാണെങ്കിൽ മാത്രമേ സി ബി ഐക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. എന്നാൽ മാത്രമേ ഒരു നീതി കിട്ടൂ. എന്നാൽ മാത്രമേ നീതിയെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണാനെങ്കിലും പറ്റൂ. പ്രതികളെ ശിക്ഷിക്കുന്നല്ല ഞാൻ പറഞ്ഞത്, പ്രതികളെ കണ്ടെത്താനും കണ്ടെത്താൻ. നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനെങ്കിലും സാധിക്കും.